ശ്രീമാത്രേ നമഃ. ശുദ്ധവിദ്യാഗുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ദേവിയുടെ പല്ലുകളെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരുന്നത്. സ്മിതമുഖിയാണ് ദേവി, എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നവൾ. എന്തുകൊണ്ടാണ് ദേവി എപ്പോഴും പുഞ്ചിരിച്ചു കൊണ്ടിരിക്കുന്നത്? സർവ്വലോകങ്ങളിലുമുള്ള സർവചരാചരങ്ങളുടെയും പ്രാർത്ഥന ശ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവി. നമ്മുടെ പ്രാർത്ഥന ഒന്ന് നോക്കാം. അത് വളരെ ലളിതമാണ് അല്ലേ? മക്കളുടെ പഠന പുരോഗതി, വിവാഹം, മക്കൾ, അങ്ങനെ, അല്ലെങ്കിൽ അസുഖങ്ങളിൽ നിന്ന് മോചനം, ബാധ്യതകൾ, അങ്ങനെയൊക്കെയുള്ള ലൗകിക കാര്യങ്ങൾ. അപ്പോൾ അത്രയേ ഉള്ളൂ വൈവിധ്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക്. ചുരുക്കി പറഞ്ഞാൽ ഞാൻ, എനിക്ക്, എൻ്റേത് എന്നുള്ളതാണ് നമ്മുടെ പ്രാർത്ഥന. എന്നാൽ ഈ ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർ എന്താ പ്രാർത്ഥിക്കുക? അവർക്കിപ്പോൾ എന്താ പ്രാർത്ഥിക്കാനുള്ളത്? അവർ ഇച്ഛാകാമികളാണ്. എന്ത് ഇച്ഛിക്കുന്നുവോ അത് നടക്കും. പുരാണ ഇതിഹാസങ്ങൾ അവരുടെ പ്രാർത്ഥന ഇങ്ങനെ പറയുന്നു: ദേവിയായി തീരാൻ, ലളിതാ പരമേശ്വരിയായി തീരാൻ. ഇത് കുറച്ചേറെ വിസ്തരിക്കാനുള്ള ഒരു ഭാഗം, അത് പിന്നീട് എപ്പോഴെങ്കിലും ഒരിക്കലാകാം. അങ്ങനെ എല്ലാവരുടെയും പ്രാർത്ഥന എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന ദേവിക്ക് പുഞ്ചിരിക്കാതിരിക്കാൻ നിവൃത്തിയില്ല. അങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദേവിയുടെ പല്ലുകൾ കാണാൻ സാധിക്കും. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. ദ്വിജൻ പല്ല്, ഒന്ന് കൊഴിഞ്ഞിട്ട് വേറൊന്നുണ്ടാകും. ആദ്യത്തെ പല്ലുകളല്ല ഇപ്പോഴുള്ളത്. ആദ്യത്തേത് കൊഴിഞ്ഞ് പുതിയ പല്ലുകൾ വരും. ഏതുപോലെ ദ്വിജന്മാർക്ക്, അതായത് ബ്രാഹ്മണന്മാർക്ക് 2 ജന്മം ഉള്ളതുപോലെ അമ്മയുടെ ഗർഭപാത്രത്തിൽ തരുന്ന ജന്മം കഴിഞ്ഞ്, അതല്ലാതെ മന്ത്രോപദേശ സമയത്ത്, അതായത് ഗായത്രി ഉപദേശിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന 2ാമത്തെ ജന്മം പോലെ, അറിവിലേക്കുള്ള ജന്മം പോലെ, അങ്ങനെ നമ്മളെ അജ്ഞാനത്തിൽ നിന്ന് അറിവിലേക്ക് കൊണ്ടുപോകുവാൻ സഹായിക്കുന്നതാണ് ദേവിയുടെ 2 വരികളിലുള്ള 32 പല്ലുകൾ. ആ 32 പല്ലുകൾ 32 മന്ത്രങ്ങളാണ്. താഴത്തൊരു 16, മുകളിലൊരു 16, അപ്പോൾ 2 16കൾ. ദേവിയുടെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ 2 എണ്ണമാണ്: കാതിയും ഹാദിയും. കാതിക്ക് ഒരു 16 അക്ഷരമുള്ള മന്ത്രം, ഹാദിക്ക് വേറെ ഒരു 16 അക്ഷരമുള്ള മന്ത്രം. അങ്ങനെ 16 അക്ഷരങ്ങളുള്ള ശ്രീവിദ്യാ മന്ത്രങ്ങളുടെ കൂട്ടമാണ് ദേവിയുടെ 2 വരി പല്ലുകൾ. ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല. കർപ്പൂര വീടി കാമോദ സമാകർഷ ദിഗന്ധര. ദേവി കർപ്പൂര വീടിക ചവച്ചുകൊണ്ടിരിക്കുകയാണ്.